ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി മിച്ചർ ഉണ്ടാക്കിയാലോ വീട്ടിൽ. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല എരിവുള്ള മിച്ചറില്ലേ, അതുപോലത്തെ ഒരു മിച്ചർ നമുക്ക് ചിലവ് കുറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ വീട്ടിൽ നിന്ന് എപ്പോഴും കുറിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല എരിവുള്ള മിച്ചർ വീട്ടിലുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ഇച്ചിരി മിച്ചർ ഉണ്ടാക്കിയാലോ. നമ്മൾ ഈ 240 കപ്പിനകത്ത് 1 കപ്പ് കടലമാവ് നമ്മളെടുത്തു. ഇനി ആ സെയിം കപ്പിനകത്ത് തന്നെ 1 കപ്പ് അരിപ്പൊടിയും കൂടെ, നമ്മൾ വറുത്ത അരിപ്പൊടി ഇല്ലേ, നമ്മൾ സാധാരണ അപ്പം ഇടിയപ്പത്തിനൊക്കെ മേടിക്കുന്ന ആ അരിപ്പൊടി തന്നെ 1 കപ്പ്, അത്രയും തന്നെ 1 കപ്പ് അരിപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേ. നമുക്കതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഇട്ട് കൊടുത്തു. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി നമുക്കതിനകത്തേക്ക് നമ്മുടെ കായപ്പൊടി, നമ്മുടെ പക്കാവടയ്ക്ക് ഒരു നല്ലൊരു ഫ്ലേവറും രുചിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രയും കായപ്പൊടി ഇട്ടു. ഇനി നമ്മളതിനകത്തേക്ക് ഒരു സ്പൂണ് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ. ഓയിൽ, വെളിച്ചെണ്ണയല്ല, ഓയിൽ. ഇനി ഇത് നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇതെങ്ങനെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഇതുണ്ടോ നല്ലപോലെ ഇത് കുഴച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എണ്ണയല്ല, ഓയിൽ. നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കരുത്, വേറെ എന്തെങ്കിലും ഓയിൽ, നമ്മുടെ സൺഫ്ലവർ ഓയിലോ ഗോൾഡ് വിന്നറോ അങ്ങനെ ഓയിൽ. അപ്പോൾ നമ്മൾ 1.5 കപ്പ് കടലമാവ് 1 കപ്പ് അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ 1 കപ്പിന് 1 കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇത്രയും വെള്ളം നമുക്ക് മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മുടെ മിച്ചറിനകത്തിടാനുള്ള ബൂന്തി ഒന്ന് തയ്യാറാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണേ. നമുക്ക് ഇതിനകത്തേക്കൊരു 2 പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കിത് സാധാ പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ, കലക്കിയെടുക്കണം ഇത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ മിച്ചർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പിള്ളേർക്ക് കൊടുക്കാനായതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മുടെ മിച്ചറിന് നമ്മുടെ ഈ കടല നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കണം ആദ്യമായിട്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ സാധാരണ കടലയില്ലേ, ഇത് പച്ചക്കടല കേട്ടോ, ഇത് ഞാനൊന്ന് വറുത്ത് കോരിയെടുക്കട്ടെ ആദ്യമേ. നമുക്ക് നമ്മുടെ കടല അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഇതെൻ്റെ ഈ പച്ചക്കടല ഇരുന്നുകൊണ്ട് ഞാൻ ഈ പച്ചക്കടല അങ്ങ് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ അല്ലാത്ത കടലയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏത് വേണേലും നമുക്ക് വറുത്ത് കോരി എടുക്കാവേ. ഇതൊന്ന് വറുത്ത് കോരി എടുക്കട്ടെ. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ കടല നല്ലപോലെ മൂത്തു. നമുക്കൊരു സംശയമുണ്ട്, മൂത്തൊന്ന് നോക്കണമെങ്കിൽ നമുക്കൊരെണ്ണം എടുത്ത് കഴിച്ച് നോക്കി വെച്ച് നമുക്ക് നല്ല കറുകറാന്നായി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാവേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കടല നമ്മൾ വറുത്ത് കോരി. അപ്പോൾ ഇതിനകത്ത് വേണേൽ പൊട്ടുകടല വേണ്ടിയവർക്ക് പൊട്ടുകടല ഇടാം. ഞാൻ ഈ പിള്ളേർക്ക് ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് ആ പൊട്ടുകടല ഞാൻ ചേർക്കുന്നില്ല, ഇവർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. അല്ല, നമുക്ക് പൊട്ടുകടല ഉണ്ടെങ്കിൽ നല്ലതാണ്, പൊട്ടുകടല നമുക്ക് ചേർത്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3-4 ചോള വെളുത്തുള്ളി നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വെച്ച് മൂപ്പിച്ചെടുത്തേച്ചാൽ മതി, അല്ലെങ്കിൽ അത് എണ്ണയ്ക്കകത്ത് അങ്ങനെ അങ്ങ് ആയി പോവുക. ഇതുകൊണ്ട് നമ്മളൊന്ന് ചതച്ചിട്ട്, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്കിതിനകത്ത് വെച്ച് ഇങ്ങനെയൊന്ന് മൂപ്പിച്ചെടുക്കാവേ.
അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ അതിനകത്ത് ചതച്ച കഷ്ണങ്ങളൊക്കെ എണ്ണയ്ക്കകത്ത് കിടക്കുകയില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ചെടുത്തേച്ചാൽ മതി. ഇങ്ങനെയൊന്ന് മൂപ്പിച്ച് ഒന്നെടുക്കാം. ഇതുണ്ടോ, അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്തേക്ക് ഒന്നിടാവേ. ഇനി നമുക്ക് നമ്മുടെ മിച്ചറിനകത്തിടാനുള്ള ബൂന്തി ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിത് കടലമാവ് എടുത്തു വെച്ചിട്ടാണ്. നമുക്കിതുപോലെ പാത്രത്തിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒന്ന് വറുത്ത് കോരി എടുക്കാവേ. നമുക്കിത് ഒന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാവേ. നമ്മൾ എണ്ണ ചൂടാകാനായിട്ട് നമ്മുടെ ഇതെല്ലാം വറുത്ത് കോരിയ എണ്ണ തന്നെയാണ്. നമ്മളിതുപോലെ തന്നെ നമ്മൾ ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിട്ട് കൊടുത്ത് നമ്മൾ സാധാ ഇടിയപ്പത്തിന് എടുക്കുന്ന പോലെ തന്നെ എടുക്കുവാണേ. അപ്പം നമ്മൾ മിച്ചർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടിയപ്പത്തിൻ്റെ ചില്ലെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന അതിനേക്കാൾ ഒരു ശകലവും കൂടെ വലിപ്പം കൂടിയ ആ ചില്ലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാവേ. ഇത് നമുക്ക് അന്നേരം ഇളക്കേണ്ട, നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാനേ. തീരെ നൈസായിട്ടുള്ള മിച്ചർ വേണം, തീരെ നൈസായിട്ടുള്ള നമുക്ക് പിഴിഞ്ഞെടുക്കാം. നമുക്ക് ഇച്ചിരി ഇത് ഉള്ളതായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാവേ. നമുക്കിത് തിരിച്ചിടാവേ. ഇത് നല്ലപോലെ തന്നെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നമുക്കിത് കോരിയെടുക്കാവേ. ഇതൊന്ന് കോരിയെടുക്കാവേ. ഇത് അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി മിക്സർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതൊരു ശക്കലം ഇച്ചിരി ഒരു വലിപ്പത്തിലുള്ളതാണ്. എന്നാന്ന് വെച്ചാൽ തീരെ അങ്ങനെ നൈസായിട്ടുള്ളതല്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റേ ആ ഇടിയപ്പത്തിൻ്റെ ചില്ല കണ്ടില്ല. അപ്പം ഞാൻ അതിനേക്കാൾ ഇച്ചിരി വലിയൊരു ചില്ലിനകത്താണ് ഞാൻ ഇത് പിഴിഞ്ഞ് ഒഴിച്ചത്. അതുകൊണ്ട് ഇച്ചിരി ഒരു ശകലം വലിപ്പം ഇതിനകത്ത് കൂടിപ്പോയി. അത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുത്തല്ലേ, അതുകൊണ്ടിന് കുഴപ്പമൊന്നുമില്ല. ഞാനപ്പോൾ അതുകൊണ്ട് ആ ചെറിയ ചില്ലുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി നൈസായിട്ട് കിട്ടിയത്. എൻ്റെ ആ ചെറിയ ചില്ല് ഞാൻ നോക്കി കഴിഞ്ഞിട്ട് അത് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ചില്ലിനകത്ത് എടുക്കുക കേട്ടോ ചെയ്തത്. അതുകൊണ്ടാണ് ഒരു ശകലം ഒരു വലിപ്പത്തിൽ ഒരു ഇത് കണ്ടത്. ഇതുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സറെല്ലാം നമ്മൾ നല്ലപോലെ പൊടിച്ചിട്ടു, ചെറിയ ഇതായിട്ട് പൊടിച്ചിട്ടു. ഇതുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ള ഞാൻ ഒരു 3 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുത്തു വേണമെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ ഇത്രയും നമ്മുടെ കടല വറുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇച്ചിരി ബൂന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കറിവേപ്പില വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. നല്ല അടിപൊളി എരിവുള്ള മിക്സറുകളുണ്ടോ. പിന്നെ നല്ല എരിവുള്ള മിക്സർ കഴിച്ചാലും മതിയാകില്ലാത്ത നല്ല സൂപ്പർ മിക്സർ. ഞാൻ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മൾ ആ കടലയും അതെല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് വന്നു. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ശകലം ഉപ്പൊന്നിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഉപ്പ് വേണമെന്നെങ്കിൽ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്തേച്ചാൽ മതി. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരിച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ കടലയും ആ ബൂന്തി അതൊക്കെ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട,
ഒരു ശകലം നമ്മളിട്ട് കൊടുത്തിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് കുടഞ്ഞ് എനിക്ക് നല്ല നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ മിക്സറിൻ്റെ തന്നെ നല്ല മണവും ഇതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ സൂപ്പറായിട്ടുള്ള മിക്സർ റെഡി ആയിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇച്ചിരി എടുത്ത് കഴിച്ചു നോട്ടെ. നല്ല സൂപ്പറാട്ടോ, അടിപൊളി മിക്സറാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ നല്ല അടിപൊളി മിക്സർ തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള മിക്സർ. അപ്പോൾ നമുക്ക് വീട്ടിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടം പോലെ മിക്സർ തയ്യാറാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ട് നമുക്കൊരു ശകലം കടലമാവ് വെച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം മതി. നല്ല അടിപൊളി മിക്സർ നമുക്ക് തയ്യാറാക്കാൻ വീട്ടിൽ നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മിക്സർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.